നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രണ്ട് ടൈപ്പ് സാരിയെ കാണിക്കുന്നുള്ളൂ. ഞാൻ പിശുക്കി കാണിക്കുന്ന എല്ലാവരും ഓർക്കല്ലേ, പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. വീഡിയോ എന്തോ കാരണത്തെ 2 ദിവസം വീഡിയോ ഇട്ടില്ല. എന്നിട്ട് ആരും മെസ്സേജ് അയച്ചിരിക്കുക, എന്നെ പരിപാടിയൊക്കെ പൂട്ടിയോന്ന്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അതിനെപ്പറ്റി പറയുകയൊക്കെ ചെയ്തായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് പരിപാടി പൂട്ടാനല്ല, മറ്റേ മോഹൻലാലിൻ്റെ സിനിമയ്ക്കകത്ത് പറഞ്ഞ പുലി പതുങ്ങുന്നത് പിന്മാറാനല്ല, പൂർവാധിക ശക്തിയോടെ വരാനാണ്. ഇപ്പോൾ പുതിയ ഷോപ്പ് തുടങ്ങുന്നതിൻ്റെ ഭയങ്കരമായ തിരക്ക്, വീഡിയോ എടുക്കാനൊന്നും നേരവേ ഇല്ല. അപ്പം വീഡിയോ ഇല്ലാതിരിക്കാൻ, ഇത്രയും ദിവസങ്ങളോളം വീഡിയോ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഓടിച്ചിട്ട് വീഡിയോയ്ക്ക് വേണ്ടി ഒരു വീഡിയോ എന്നുള്ള രീതിക്ക് എടുക്കുന്ന കേട്ടോ. സാധനങ്ങളൊക്കെ ധാരാളം അറിയാമല്ലോ, പുതിയ ഷോപ്പ് തുടങ്ങുമ്പോൾ ബണ്ടിൽ കണക്കിന് സാധനം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്ക് ഇപ്പോൾ ഇത് കഥയെ പോയിട്ട് ഇതിലേക്ക് കിടക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ എലഗൻ്റ് ആയിട്ടുള്ള നല്ല ഒരു സാരിയാണ് ഞാൻ കാണിക്കുന്നത്. അതിലെല്ലാത്തിലും അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റേറ്റാണ്. ഈ റേറ്റിൽ ഒരുമാതിരി ഹാൻഡ്ലൂം കോട്ടൺ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണിത്. പ്യുവർ കോട്ടൺ ആണ്. എന്നാ പറയുന്നത്, ഈ നമ്മളിപ്പോൾ പറയുന്നില്ല ഈ ബുജി സാരി എന്നൊക്കെ പറയുന്ന പോലെ നല്ല ക്ലാസ് ആയിട്ടുള്ള സാരി. അതും പിന്നെ വേറൊരു ഈ സാരിക്ക് ഒരു 10 കളർ അല്ലേ, 10 കളറുണ്ട്. 10 കളറിലുണ്ട്. അതുകൂടാതെ വേറൊരു സാരി, ഈ സാരി ഇത് തന്നെ കാണിക്കാം. ഇപ്പോൾ ഏറ്റവും ട്രെൻഡായിട്ട് വരുന്ന ഒരു സംഭവമാണ്. നിങ്ങളിപ്പോൾ അല്ലെങ്കിൽ നോക്കിക്കോ, ഏറ്റവും ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് വൈറ്റ്, ഓഫ് വൈറ്റ്, ഗോൾഡൻ ഷെയ്ഡ്. ഇതെല്ലാമാണ് ഇപ്പോൾ ഏറ്റവും മാർക്കറ്റിൽ ട്രെൻഡായിട്ട് ഫങ്ഷൻ വെയർ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. ഇപ്പോൾ വൈറ്റ് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ വൈറ്റോ എന്നാ പാടാ സൂക്ഷിക്കാൻ. പക്ഷേ ഇപ്പോൾ വൈറ്റ് തേടി നടക്കുന്നവരാണ്, വൈറ്റ് കിട്ടും. ഞാൻ ഉൾപ്പെടെ വൈറ്റിൻ്റെ അറ്റത്ത് ഒരു നല്ല ഡാർക്ക് ബോർഡർ വെച്ച് ഒരു സാരിയും തപ്പി നടക്കാൻ വേണ്ടി കുറേ ദിവസമായി, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇഷ്ടംപോലെ നമ്മുടെ ഷോപ്പിൽ വന്നു പോയത്, അപ്പോഴൊന്നും എനിക്ക് വേണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ സ്വന്തം ആവശ്യത്തിന് വന്നപ്പം ഇല്ല, എന്തോ പറയാനല്ലേ. ഇതാണ് സാരി. ഇത് കണ്ടോ, നല്ല സിമ്പിളാണ്. ബോഡി ഫുള്ള് ഇങ്ങനെ ഒറ്റ കളറാണ്. മുന്താണിക്ക് വരുന്ന ഈ ഒരു ഷെയ്ഡും ഈ ഒരു ഇത് കണ്ടോ, ഇങ്ങോട്ട് കാണിച്ചേ, ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കണേ. ഇത് കണ്ടോ, ഈ ഒരു ടാസിലും ഒക്കെ കൂടിയാണ് അതിൻ്റെ ഒരു നല്ല ഭംഗിയാണ്. നല്ല നമ്മളെ ബുട്ടീക്ക് ഐറ്റം എന്ന് പറയില്ല, ബുട്ടീക്ക് സാരി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ക്ലാസ് സാരിയാണ്. ഇതിൻ്റെ കളേഴ്സ് ഉണ്ട്, വൈറ്റ് കണ്ടിട്ട് പേടിക്കേണ്ട. ഇതിൻ്റെ ബ്ലൗസ് ഇത്തലുണ്ട്, പക്ഷേ റണ്ണിങ് ആണ്, പ്ലെയിൻ ആണ്. ഇത് തന്നെയാണ് ബ്ലൗസ് ഇപ്പം. പക്ഷേ നിങ്ങൾക്ക് അത് ഇടാൻ താല്പര്യമില്ലായിരിക്കാം, പ്രത്യേകിച്ചും വൈറ്റിന്. ഇപ്പോൾ വൈറ്റ് ബ്ലൗസ് തന്നെ ഹിറ്റാണ്. വൈറ്റ് ബ്ലൗസ് ഇടുകയാണെങ്കിൽ ഈ ഒരു പീച്ചിൻ്റെ അല്ലെങ്കിൽ ഒനിയൻ്റെ ഒക്കെ ഒരു ഷെയ്ഡുള്ള ബോർഡറാണ് വന്നിരിക്കും. ഇത് മുന്താണി മാത്രം ഇങ്ങനെ വന്നേക്കുന്നത്, അത് മാത്രമുള്ള അതിൻ്റെ ഇതെന്ന് പറയുന്നത്. നല്ല സോഫ്റ്റാണ്, 100% കോട്ടൺ ആണ്. ഹാൻഡ്ലൂം കോട്ടൺ ഇല്ലേ, അങ്ങനത്തെയാണ്. പക്ഷേ നല്ല സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ കംഫർട്ടബിളാണ്, വളരെ ക്ലാസ്സിയാണ്, എല്ലാം കൊണ്ടും വളരെ ഇതാണ്. ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ഈ റേറ്റിന് ഇത് നിങ്ങൾക്ക് 101% വർത്താണ്. അതിൻ്റെ കളേഴ്സ് കാണിക്കാം. വൈറ്റും പിങ്കും ഏകദേശം അത് കണ്ടത്. ഇനിയിപ്പോൾ പർപ്പിളേ, എല്ലാത്തിൻ്റെ അറ്റത്ത് നല്ല ഭംഗിയുള്ളൊരു ടാസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സാരിക്കൊരു ക്ലാസ് ലുക്കും കൂടെ കിട്ടുന്നുണ്ട്. നമ്മുടെ അങ്ങ് സിംപ്ലിഫൈ ഇതിൻ്റെ ഇത് ഇപ്പം വൈറ്റല്ല, ആ വീവിങ്ങിൻ്റെ അറിയത്തില്ല. ഇത് കണ്ടോ, ഇങ്ങോട്ട് കാണിച്ച് പിന്നെ മടക്കാം. ഇതുണ്ടല്ലോ, ഇതിൻ്റെ വീവിങ് പോയിരിക്കുന്നുണ്ട്. ഒരു ഡബിൾ ഷെയ്ഡ് പോലത്തെ ഒരു വീവിങ്ങാണ് പോയിരിക്കുന്നത്. അപ്പം നമ്മൾ പ്ലെയിൻ സാരി, ശരിക്കും പറഞ്ഞാൽ പ്ലെയിൻ സാരിയിൽ മുന്താണി വെച്ചിരിക്കുന്ന ഒരു സംഭവം അതാണ് ഈ സാരി. പക്ഷേ ആ ഒരു ഡബിൾ ഷെയ്ഡ് വീവിങ് വന്നേക്കുന്നുണ്ട്. ആ തീരെ പ്ലെയിനായിട്ട് പോകുന്നതിൻ്റെ ഒരു ഇത് തോന്നത്തില്ല. ഉണ്ടോ, ഈ സാരിക്ക് ധാരാളം ആൾക്കാർ കാണുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും ഇഷ്ടപ്പെടും. ഏത് ബോഡി ഫിഗർ, എന്ത് രീതി, വണ്ണമുള്ളവർക്കോ വണ്ണമില്ലാത്തവർക്കോ പിന്നെ ഫെയർ ആയിട്ടവർ എങ്ങനെയുള്ളവർക്കും ചേരും. അത്ര ഭംഗിയാണ് അതിന്. ഇതിപ്പോൾ സിമ്പിൾ സാരിയാണ്, ഇത്ര വിലയേ ഉള്ളൂ എന്നെങ്കിലും. പക്ഷേ ഫങ്ഷനായിട്ട് ഇടണമെങ്കിൽ നല്ല അതിന് ചേരുന്ന പേളിൻ്റെ ഒക്കെ ഒരു ഓർണമെൻറ്റും കൂടി ഇട്ടാൽ സൂപ്പർ ക്ലാസ് സാധനമാണ്. ഉണ്ടോ, അതിൻ്റെ സ്റ്റഫാണ് ഏറ്റവും നല്ലത് കേട്ടോ. നിങ്ങൾക്ക് ഇത് കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് എത്രയും എന്നാ പറയുന്നത്, ഇത്രയും ആവേശത്തോടു കൂടി പറയുമ്പോഴേ അതിൻ്റെ അത് മനസ്സിലാകും കേട്ടോ. പർപ്പിളും യെല്ലോയുടെ ഒരു ഷെയ്ഡും മുന്താണിക്ക് വന്നിരിക്കുന്നു. ബോഡിക്ക് പർപ്പിള്. ചില സമയത്ത് വാക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. ഞാൻ പറയാൻ വന്ന വാക്ക് ഏതാണെന്ന് ഞാനിങ്ങനെ മനസ്സിൽ പരതിക്കൊണ്ടിരിക്കുക. ഇതിന് ബോർഡർ ഉണ്ട് കേട്ടോ, അതിനൊന്നും ബോർഡർ ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെയാണോ ചിലത്? അത് കൊള്ളാം,
അടിപൊളി. ഞാൻ എല്ലാം ഒന്ന് തുറന്നു, എന്നാ അവസ്ഥ ഏതാ, ഓട്ടവാ. നല്ല രസമുള്ള ഓട്ടം കേട്ടോ, അല്ലാതെ കഷ്ടപ്പെട്ടൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഓട്ടം. ഇതിനൊരു ചെറിയ ബോർഡർ ഉണ്ട് കേട്ടോ, അത് ഇപ്പം കാണിച്ച 2 എണ്ണത്തിനും ബോർഡർ ഇല്ല. ഇതിപ്പോൾ വന്നിട്ട് ഇടയ്ക്കൊന്ന് കട്ടാക്കിയിട്ടാണ് ബാക്കി എടുക്കുന്നത്. എന്നറിയോ, ഒരു അത്യാവശ്യം ഫോൺ കോൾ വന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വന്ന എന്നാന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതില്ലേ, ചില സാരിക്ക് ബോർഡർ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ചെറിയ ബോർഡർ ഉണ്ട്. ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഇത് നോക്കിയില്ല. ബാക്കി എല്ലാ സംഭവങ്ങളും ഒന്ന് തന്നെയാണ്. ഇതിന് ചിലതിന് ബോർഡർ ഉണ്ടെന്ന് തോന്നി, ഇപ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. സോറി കേട്ടോ, അത് ആദ്യമേ പറയാൻ പറ്റാഞ്ഞതിൽ. ഇത് ടീൽ ബ്ലൂ ഷെയ്ഡ്, എന്നിട്ട് ഇതേ കൂടെ ഒരു ബ്ലാക്ക്, ചെറിയ ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡ്, ഒരു വീവിങ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻസ് പോലെയല്ല, അതൊരു വീവിങ് ആണ്, അങ്ങനെ പോകുന്നുണ്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇവിടെ ശ്രദ്ധിക്കുക വീഡിയോ എടുക്കുന്നത്. ഇതാണ് മുന്താണി, കണ്ടോ? ബ്ലൗസ് ഇത് തന്നെയാണ്, റണ്ണിങ് തന്നെ, പ്രത്യേകിച്ച് ബ്ലൗസില്ല, റണ്ണിങ് തന്നെയാണ് ബ്ലൗസ്. നിങ്ങൾക്ക് ഇതിൻ്റെ കോൺട്രാസ്റ്റ് കളർ, ഈ ടാസിലിൻ്റെ കളറോ അങ്ങനെയൊക്കെ ഇച്ചിരി, ഇതിപ്പോൾ ടാസിലിൻ്റെ കണ്ടോ നല്ല ബ്രൈറ്റ് റെഡ് കളർ, അത് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം ഇച്ചിരി ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കുന്നില്ലല്ലോ. ഗ്രീൻ, ഞാൻ പറയാൻ വന്ന മുമ്പേ ഒരു വേടെന്ന് പറഞ്ഞില്ലേ, അതെന്തായിരുന്നറിയോ? എക്സൈറ്റ്മെൻറ്റ്. ഇപ്പം എനിക്ക് കിട്ടി. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചില്ലേ. അപ്പോൾ ഞാൻ വാക്ക് കിട്ടുന്നില്ലായിരുന്നല്ലോ, വാക്കുകൾ പരിധി എടുത്തു. ഇത് ബോട്ടിൽ ഗ്രീനും ഇവിടെ ഒരു ലൈറ്റ് റെഡിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്, മെറൂണോ റെഡോ അങ്ങനെ ഒരു ഷെയ്ഡ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ടാസിൽ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല കാശ് മുടക്കിയുള്ള ടാസിലത്. ഒന്നും കൂടുതൽ കാണിക്കാനില്ല, ഇങ്ങനെയേ ഉള്ളൂ. അപ്പോൾ കാണിച്ചതിനെല്ലാം ബോർഡർ ഉണ്ട്, ഇതിന് ബോർഡർ ഇല്ലാന്ന് തോന്നുന്നു. അത് മിക്സ് ആയിട്ടായിരിക്കുന്നത്, ബോർഡർ ഉള്ളതും ബോർഡർ ഇല്ലാത്തതും കൂടെയാണ് വന്നിരിക്കുന്നത്. തീപ്പട്ടി കളർ അല്ലെങ്കിൽ വയലറ്റ് കളർ. ഇതിന് ബോർഡർ ഇല്ല. ബോർഡർ ഉണ്ടെങ്കിലും ബോർഡർ ഇല്ലെങ്കിലും നല്ലതാണ്. മസ്റ്റാർഡ് യെല്ലോ മുന്താണിക്ക്. ടാസിൽ കണ്ടോ, ഇങ്ങനെ ഫുള്ള് കാണിക്കണം കേട്ടോ, ഫുള്ള് കാണുന്ന രീതിക്ക് ചെയ്ത് എടുക്കണം. കണ്ടോ, ഈ ബോർഡറും സാരിയുടെ ഫുള്ള് ബോർഡർ, മേളത്തെ ബോർഡറും താഴത്തെ ബോർഡറും എല്ലാം കൂടെ ഒന്നിച്ചൊരു സ്ക്രീനെ വരുന്ന രീതിക്ക് എടുക്കണം. ആരോ അത് കമൻറ്റ് ചെയ്തേക്കുന്നുണ്ട്. അപ്പം ഞാനും ഓർത്തത് അങ്ങനെ കാണണം. പെണ്ണുങ്ങൾക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കുന്നു, അത് ഉടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഫുൾ എങ്ങനെയാണ്, അകന്ന് നിന്നാൽ എങ്ങനെയാണ്, അടുത്ത് നിന്നാൽ എങ്ങനെയാണ്, അങ്ങനെയെല്ലാം കാണണം. ഞാനൊക്കെ അങ്ങനെയാണ്, അതുകൊണ്ട് എനിക്കത് പറഞ്ഞപ്പോഴേ മനസ്സിലായി. ഇതിപ്പോൾ എന്നാ കളറ്? റോയൽ ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് കേട്ടോ, നേവി ബ്ലൂ റോയൽ ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ഒരു കളറിനും നിങ്ങൾ ഡൗട്ട് വെക്കണ്ട, എല്ലാ കളറും നല്ല, സത്യം പറയുന്നത്, ചുമ്മാ പറയുന്നതല്ല. ഇവിടെ വരുമ്പം ഒരു പാരറ്റ് ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്, ടാസിൽ വരുമ്പോൾ ദേ ഇങ്ങനെ. ഇത് കാണിച്ചോ? അല്ല, ഇതിന് ബോർഡർ ഇല്ല ഉള്ളതാണല്ലോ അല്ലേ, കാണിച്ചെങ്കിൽ തന്നെ. അല്ല, തീപ്പട്ടി കളർ എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ച മറ്റേതല്ലേ. നല്ല ഹാൻഡ്ലൂം കോട്ടൻ്റെ സ്റ്റഫ് കണ്ടോ. ഇതിന് ബോർഡർ ഉണ്ട്, ചെറിയൊരു ഡാർക്ക് പിങ്ക് ബോർഡർ. ഇത് ഇവിടെ അങ്ങനെ തന്നെയാണ് പോയിരിക്കുന്നത്, ഇങ്ങനെ അതിൻ്റെ കൂടെ ഒരു ലൈൻസ് പോലെ പോകുന്നുണ്ട് കണ്ടോ. ആ ടാസിൽ കണ്ടോ, എന്നാ രസമല്ലേ. എനിക്ക് ആ ടാസിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് റിപ്പീറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കി. ഇത് ഈ ഗ്രീൻ അല്ല അല്ലേ, വേറെയാ അല്ലേ. ആ, ബോർഡർ ഇല്ലാത്തത്, ബോർഡർ ഉള്ളതും ബോർഡർ ഇല്ലാത്തതും ഈ ഗ്രീനാണ്, ബോട്ടിൽ ഗ്രീൻ തന്നെയാണ്. ഇതിലെല്ലാം നൂലിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ മസ്റ്റാർഡ് യെല്ലോ, മുമ്പേ വന്നപ്പോൾ റെഡ് ആയിരുന്നു, അല്ല മെറൂൺ ആയിരുന്നു. നല്ല സുഖാട്ടോ. ടാസിലോ, ഇതിൻ്റെ ടാസിൽ കണ്ടോ, ഒന്നിടവിട്ട കളറുകളാണ്. ആഷ് അല്ലെങ്കിൽ ഗ്രേ.
ഡെയിലി പോകുന്നവർക്കൊക്കെ ഉടുക്കാൻ നല്ല സൂപ്പർ ഗ്ലാസ് ആയിട്ടുള്ള സാധനം കേട്ടോ. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉടുക്കാൻ നല്ല ഐറ്റം. സാരി ഫോളും കൂടെ വെച്ചാൽ പിന്നെ പറയേ വേണ്ട എൻ്റെ സാറേ. പീച്ച് ഇവിടെ വന്നിട്ട് ഗ്രേ, ഇവിടെ വന്നിട്ട് പീച്ച്. എന്താണ് വരുമ്പോൾ ഇങ്ങനെ ഈ പീച്ച് എന്ന് പറയുന്നത് നിങ്ങളവർക്ക് ഇത് എവിടെ നിന്നാണ് ഈ പീച്ച് വന്നതെന്ന്. ഇത് ഇങ്ങനെയല്ല, ഇതിലെ കൂടെയും പീച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മെറൂൺ അല്ലേ, അപ്പോൾ ഇവിടെ എന്നാ പീച്ച് വന്നതെന്ന് ഓർക്കരുത്. ഇവിടെ അതിൻ്റെ ഒരു കോമ്പിനേഷൻ പോലെ ചെയ്തിട്ടുണ്ട്. ഇത് വരും ടാസിൽ. ബ്ലാക്ക് മെറൂൺ എവർഗ്രീൻ കോമ്പിനേഷൻ എന്ന് പറയാം. അടിപൊളി. ഇതിൻ്റെ ചേരുന്ന ഒരു ബ്ലൗസൊക്കെ കൂടെ ഇത് തന്നെ ഇടുവോ അല്ലെങ്കിൽ വേറെ ബ്ലൗസ് ഇടുവോ? ബ്ലാക്ക് ഇടാണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ബ്ലാക്ക് ബ്ലൗസ് ഇട്ട ഒരു ഇതില്ല. ബ്ലാക്ക് ബ്ലൗസിനൊരു എന്തോ ഒരു സുഖം എനിക്കിഷ്ടമില്ല. എന്നാന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ബ്ലാക്ക് ബ്ലൗസ് ഒരു സാധനത്തിനും ഇടുന്ന എനിക്കിഷ്ടമില്ല. ഇത് ടാസിൽ ഇത്രയേ ഉള്ളൂ. 10 എണ്ണം തീർന്നു. അടിപൊളി അല്ലായിരുന്നോ? ഈ വിലയ്ക്ക് 101% ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്നു. കാരണം അത്ര ഉറപ്പോടെ കൂടി ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, അത്ര നല്ല സാരി. ഇനി എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ള മഞ്ഞയും പച്ചയും സാരിയുടെ ഒരു മോഡൽ വന്നിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വളരെ സോഫ്റ്റായിട്ടുള്ള, വളരെ സൂപ്പറായിട്ടുള്ള ഒരു ബോർഡറും ഒക്കെ ആയിട്ട് നല്ല ക്ലാസി ആയിട്ടുള്ള സാരി. എല്ലാവർക്കും മഞ്ഞയും പച്ചയും ഇഷ്ടമില്ലാത്ത മനുഷ്യരില്ലല്ലേ. നല്ല മസ്റ്റാർഡ് യെല്ലോടെ തെളിഞ്ഞ കളറാട്ടോ. ഭയങ്കര ഇരുണ്ട കളറല്ല, ഇച്ചിരി തെളിഞ്ഞ കളറാണ്. നല്ല കളർ. ഒരു മഞ്ഞയെന്ന് പറയുമ്പോൾ ഒരു ചില മഞ്ഞകൾ എല്ലാവർക്കും ഇഷ്ടമില്ല. ഭയങ്കര ഇപ്പോൾ പറയാം കണിക്കൊന്ന പൂവിന് അങ്ങനെ ഏതോ ഒരു തെളിഞ്ഞ മഞ്ഞ ഒരു മജോറിറ്റി ആൾക്കാർക്കും ഇഷ്ടമില്ല. പക്ഷെ മഞ്ഞ കളറിനോട് എല്ലാവർക്കും ഇഷ്ടം. മസ്റ്റാർഡ് യെല്ലോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതങ്ങനെ നല്ല വൃത്തിയുള്ളൊരു മഞ്ഞ, അല്ലാതെ തെളിഞ്ഞ മഞ്ഞയാണ്. പക്ഷേ ഭയങ്കര ഒരു തെറിച്ച് നിൽക്കുന്ന അങ്ങനത്തെ ഒരു മഞ്ഞയല്ല. നല്ലൊരു ബോർഡറും കണ്ടോ, നല്ല വീതി. ഈ ബോർഡർ തന്നെയാണ് താഴെ. ഇത് മൊത്തത്തിൽ കാണിച്ച് താഴത്തെ മുകളിലത്തെ ബോർഡറും കൂടെ കാണാൻ ഒറ്റയ്ക്ക് ഒന്നിച്ച് കാണാൻ പറ്റുമോ? അയ്യോ, അത്രയും ദൂരോട്ട് പോകണോ? ബോഡിയിൽ പ്ലെയിൻ അല്ല, ഒരു 6 ആഗ് പോകുന്നുണ്ട്, സെൽഫ് പ്രിൻ്റ് പോകുന്നുണ്ട്. ഇവിടെ നല്ല കോപ്പറിൻ്റെ ഇത്, കോപ്പർ കൊണ്ടുള്ള വീവിങ്, ഗ്രീന്. മുന്താണി വന്നിട്ടത് ഇങ്ങനെ മുന്താണി നല്ല അടിപൊളി മുന്താണിയാണ്. ബ്ലൗസ് ഇത് ബ്രൊക്കേഡ് ബ്ലൗസ് വിത്ത് ഈ ഒരു ബോർഡറും കൂടിയുണ്ട്. ഇതുണ്ടോ? ഇത് ഇങ്ങനെ വെച്ച് വേണമെങ്കിൽ തയ്ക്കാം. നിങ്ങൾക്ക് ഈ ബോർഡർ എന്തേരം വേണോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇത്രയും ഫുള്ള് വേണമെങ്കിലും തയ്ക്കാം. ഇത് മാത്രം മതിയെങ്കിൽ അങ്ങനെ തയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് തയ്ക്കാം. ഇതാണ് ബ്ലൗസ്. എല്ലാം നല്ല സോഫ്റ്റാണ്. ഇതിനകത്ത് പേപ്പറുണ്ട്. ഇത് ഞാൻ പല ലെയറിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇച്ചിരി ഇങ്ങനെ പാടുപെടാൻ തോന്നുന്നത്. ഇത് കട്ടിയുണ്ട്, കട്ടിയില്ലാന്ന് ഞാൻ പറയുന്നില്ല, കനത്തിനുണ്ട്. പക്ഷേ ഭയങ്കര ഹെവി അല്ലേ. ഇതുണ്ടോ? ഉണ്ടോ? ഭയങ്കരമായിട്ട് സോഫ്റ്റാണ്. നമുക്ക് എന്നാ പറയുന്നത്, മാനേജബിളായിട്ട് പറ്റും. നല്ല സാരി കണ്ടോ, മഞ്ഞയും വെച്ച്. ഇപ്പോൾ യൂണിഫോമായിട്ട് മറ്റേതായിട്ട് യൂണിഫോമായിട്ടൊക്കെ ഒത്തിരി പേര് ചോദിക്കും. ഈ ദിവസങ്ങളിൽ പ്രീ ബുക്ക് ചെയ്താൽ യൂണിഫോമായിട്ട് തരാം. പ്രീ ബുക്ക് ചെയ്യണം, പക്ഷേ അല്ലെങ്കിൽ തരില്ല. പറഞ്ഞു വെച്ചിട്ട് ആ പരിപാടി ഇല്ല. അയ്യോ എൻ്റെ പൊന്നെ. ഇതാണ് ബ്ലൗസ്. മുന്താണി ഞാൻ കാണിച്ചല്ലോ അല്ലേ. ഇത് മുന്താണി, ഇത് ബ്ലൗസൊക്കെ എനിക്ക് തോന്നുന്നു 1.5 മീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത് തുണി. അത്രയേ ഉണ്ട്. ഭയങ്കര ഒത്തിരി ബ്ലൗസ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാണിക്കാനുള്ളത്. കാണിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ സ്റ്റോക്കും കൂടെ കൂടി വരുമ്പം ഓർഡർ എടുക്കുമ്പോൾ നല്ല ഇതായിരിക്കും. അപ്പം എന്താ പറയുന്നത്, നമുക്ക് വാട്സപ്പ് കോൾ വഴി ബുക്കിംഗ് ഇല്ല കേട്ടോ. വാട്സപ്പ് മെസ്സേജ് വഴിയേ ബുക്കിംഗ് ഉള്ളൂ. ബുക്കിംഗ് എന്ന് പറയുന്നത് ക്യാഷ് നാളെ അടയ്ക്കാം, പിന്നെ അടയ്ക്കാം, ഉച്ചയ്ക്ക് അടയ്ക്കാം, 1 മണിക്കൂർ കഴിഞ്ഞ് അടയ്ക്കാം. അങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. ഫസ്റ്റ് ആര് ക്യാഷ് ഇടുന്നു അവർക്ക് നമ്മൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വയ്ക്കും. സ്റ്റോക്ക് ഇല്ലെങ്കിൽ വരുന്നവർക്ക് കൊടുത്തു വിടും. ഇതെല്ലാം ഞാൻ എപ്പോഴും പറയുന്ന, എന്നാലും ഈ സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ടേ പലരും കേൾക്കത്തില്ല പല കാര്യങ്ങളുമേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചെയ്യൂലേ? അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.